ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ പാലുകുടിയെല്ലാം കഴിഞ്ഞ് കാഫ് സ്റ്റാർട്ടറെല്ലാം റെഡിയാക്കി പതുക്കെ അയവിറക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് കാഫ് സ്റ്റാർട്ടർ കൊടുക്കുന്നതിന് മുന്നേ ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോഴും ഇപ്പോഴും നിങ്ങൾക്ക് ഇവളുടെ വ്യത്യാസം അറിയാം. ആ പുറകിൽ കിടക്കുന്ന നോഞ്ച സാധനം കണ്ടോ, ശോഷിച്ചത്. അവളെ കൊടുക്കാൻ മനസ്സില്ലാതെ നിർത്തി വെച്ചേക്കുക. അവളെ കൊടുക്കാൻ മനസ്സ് വരുന്നില്ല. സാധാരണ ആകുമ്പോൾ ഇത്രയും ശോഷിച്ചാൽ നമ്മൾ നിർത്താറില്ല. പക്ഷെ അവളെന്തായാലും നിർത്തി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം കാഫ് സ്റ്റാർട്ട് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അവളും ഒന്ന് റെഡി ആയിട്ടുണ്ട്. ആ ഒട്ടിയ വയറൊക്കെ ഒന്ന് റെഡിയായി അവളൊന്ന് ഉഷാറായി വരുന്നുണ്ട്. ഇവളെ കാണുമ്പോൾ നിങ്ങൾക്ക് സൈസ് വേരിയേഷൻ വന്നത് കറക്റ്റായിട്ട് അറിയാം. ഇൻഫെക്ഷൻ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്പ്രേ അടിച്ച് ക്ലീൻ ചെയ്തെല്ലാം ആക്കി വരുന്നുണ്ട് പൊക്കൾക്കൊടി. ഓക്കെ, അപ്പോൾ കാഫ് സ്റ്റാർട്ടർ കൊടുക്കുന്നതിനുള്ള ഗുണം നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ അറിയാം. ആ വേരിയേഷൻ എന്താണെന്നുള്ളത് നിങ്ങളൊരു 10 ദിവസം മുന്നേ കണ്ടിട്ടുണ്ടെങ്കിൽ 10 ദിവസത്തെ വേരിയേഷനാണ്. പെട്ടെന്ന് വ്യത്യാസം അറിയുന്നുണ്ട് കേട്ടോ. കാഫ് സ്റ്റാർട്ടർ കൊടുക്കുമ്പോൾ നമ്മളിപ്പോഴും കാഫ് സ്റ്റാർട്ടർ കൊടുക്കാൻ തുടങ്ങിയിട്ടും നമ്മൾ പാല് കൊടുക്കുന്നുണ്ട്. രാവിലെ 2.5 ലിറ്റർ, വൈകിട്ട് 2.5 ലിറ്റർ, 3 പേർക്കും. 2 പേർക്കാണ് ബോട്ടിൽ കൊടുക്കുന്നത്. അവളിപ്പോഴും ആ തളപ്പശു തന്നെയാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. തളപ്പശു ഇപ്പോൾ ആ ഒരു പശു മാത്രം ഇത്തിരി കറക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. ചെറുത് കുടിപ്പിക്കണ്ട, അടുത്ത വണ്ടി കെട്ടിയാൽ മതി. എന്നാലും ചെറുതായിട്ട് കറവ് കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് കുടിക്കാൻ വിടും. അവൾക്ക് ബോട്ടിൽ കുടിക്കാൻ ഇത്തിരിയും മടിയാണ്. അതുകൊണ്ട് ചുവന്ന പശുക്കുട്ടി. ഇവർ രണ്ടുപേരും പിന്നെ ഉഷാറാണ്. അവൾ അടുത്ത് പോകേണ്ട താമസമേ ഉള്ളൂ. 2 ബോട്ടിൽ എങ്ങനെ തീരുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ മാക്സിമം എല്ലാവരും പശുക്കുട്ടികളെ വളർത്തെടുക്കാൻ നോക്കുക. എന്നാലേ നമ്മൾ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഓക്കെ.